ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നൊരു കിട്ടുന്ന പോലത്തെ സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക്ഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതും ബർബൺ ആപ്പിൽ ഇറങ്ങി തകർത്ത് തൂത്തരുമ്പോൾ ഒരു കിട്ടുക്കം പോലത്തെ മാച്ച് കേട്ടോ. എന്തായാലും ഗൈസ്, ഓസ്കാർ എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്റ്റീവ് ക്യാരക്ടർ ഉണ്ടല്ലോ, എത്ര പേര് യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് മാത്രമല്ല ഗൈസ്, ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്ത് കളിക്കണം, അല്ലെങ്കിൽ പലരുടെയും ഗെയിം പ്ലേ കണ്ടിട്ട് എൻ്റെ മുന്നേ കിടലൻ ക്യാരക്ടറുള്ളൂ, ഇത് ഇത്ര മാത്രം അടിപൊളി സാധനമാണോ, സോ ഷോർട്ട് റേഞ്ച് ഫൈറ്റ് ഒക്കെ ചുമ്മാ ഒന്ന് ഞെക്കി കൊടുത്താൽ തന്നെ അവനെ കൊല്ലാവല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു മാച്ച് നിങ്ങൾക്ക് എന്താണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ച് കളിക്കുന്ന സുയോജായിട്ടാണ് കാര്യം. എനിക്കിന്ന് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ. അതായത് കുറച്ച് നാളായിട്ട് എനിക്ക് മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് എനിക്ക് തരണം. പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ട്, അതിനൊരു പ്രോപ്പർ ഉത്തരം ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും അതൊക്കെ മാക്സിമം ഉത്തരമൊക്കെ തന്ന് മാക്സിമം ഗൈസ് ഇന്ന് എല്ലാ ഡൗട്ടും തീർക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കറൻറ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഇത് കൂടെ തന്നെ ഗൈസ് കിട്ടുന്ന പോലത്തെ മാച്ച് തന്നെയായിരുന്നു. ഇയാളാണെങ്കിൽ ഇറങ്ങിയിരിക്കുന്നുണ്ടല്ലോ, ഒരു പീക്കിലായിരുന്നു. പീക്കിൽ ഇറങ്ങിയിട്ട് താഴേക്ക് നോക്കിയപ്പോഴേ കണ്ടല്ലോ, ഒരുത്തനാണെങ്കിൽ ആ ഒരു മരവീടിന് അവിടെ വന്നിട്ട് എന്തരടാ കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അവനെ കൊല്ലാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ആ ഒരു M16 വെച്ചിട്ട് മാക്സിമം ട്രൈയിങ് ആയിരുന്നു. എന്തായാലും അവൻ അത്യാവശ്യം ഡാമേജ് കൊടുത്തിട്ടുണ്ടല്ലോ. അവനാണെങ്കിൽ ഉള്ള ജനലും വാതിലും എല്ലാം അങ്ങ് ഗ്ലൂ ആയിട്ട് പൊട്ടിക്കയറുന്നു. ഈ ഒരു സമയത്ത് ആ ഒരു ഓസ്കർ ഇട്ട് എൻ്റെ മോനെ കയറിച്ചെന്ന് അവനെ അടിച്ച് ആ ഒരു ട്രോഗം വെച്ച് അവനെ കംപ്ലീറ്റ് ഫസ്റ്റ് കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. കാര്യം കുറേ ദിവസമായിട്ടുണ്ടല്ലോ, അപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ കമന്റ് ബോക്സ് ഒന്ന് പിന്നെ ആൾക്കാർ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബ്രോ ലൈവ് ഇടാത്തത്, ലൈവ് ഈ അടുത്ത് തന്നെ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടില്ലെങ്കിൽ ഒറ്റ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ആണെങ്കിൽ പോലും ഞാൻ ലൈവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഒന്ന് ട്രയലായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷൻസ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതായത് ഗാഡ്ജറ്റ്സ് ആണെങ്കിൽ പോലും അപ്ഗ്രേഡിൻ്റെ അങ്ങേയറ്റം എത്തി കിടക്കുവാണ്. സോ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല എന്താണ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ ഇഷ്യൂ ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് മാക്സിമം നല്ല രീതിക്ക് തന്നെ സ്ട്രീം ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഉണ്ടല്ലോ, പുതിയ സീസൺ മാറാൻ വേണ്ടി പോവാണ്. കൂടുതലുള്ള ആൾക്കാരോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ഒരു സീസൺ എങ്ങനെയെങ്കിലും പുഷ് ചെയ്യണം, നമുക്ക് ഈ ഒരു സീസൺ ഗ്രാൻഡ് അടിച്ചാലോ എന്നും വിചാരിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് പോലെ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് ഇങ്ങനെ ലൈവായിട്ട് അപ്ലോഡ് ചെയ്താലോ അല്ലെങ്കിൽ ലൈവായിട്ട് തന്നെ ചെയ്യാം, എല്ലാവരും നിങ്ങളൊക്കെ ഉണ്ടായിരിക്കും, സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈ ഒരു സീസൺ അതുകൊണ്ടാണ് മാത്രമാണ് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ലൈവ് ചെയ്യാണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ എന്താണ് സീസൺ മാറുന്ന സമയത്ത് ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് ഡേ 1 തൊട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈവിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഗൈസ്, നമ്മളുണ്ടല്ലോ മാക്സിമം ഒരു ഇൻറ്റൻഷൻ പോലില്ല, ചുമ്മാ ഒരു ഗെയിം പ്ലേ കളിക്കുന്നതാണോ അതോ നമ്മളൊരു കാര്യത്തിന് വേണ്ടി അത്ര എഫോർട്ട് ഇടുന്നത് നിങ്ങൾ കാണുന്നതാണോ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? എന്തായാലും എഫോർട്ട് ഇടുന്ന കാണുന്നതായിരിക്കുമല്ലോ ഇഷ്ടം. സോ അതുകൊണ്ട് ആ ഒരു നമ്മുടെ ഗിൽഡിലുള്ള ആ ഒരു 4 പേര് നമ്മളെല്ലാവരും കൂടെ നൈസായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് ചെയ്യുന്നത് ലൈവായിട്ട് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും എന്നും വിചാരിച്ച് നമ്മുടെ ഈ ചാനലിനകത്ത് ഡെയിലി ഇടുന്ന ആ ഒരു വീഡിയോ ഉണ്ടായിരിക്കത്തില്ല എന്നും കൂടി ചോദിക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. സോ നമ്മളിപ്പോൾ ഒന്ന് ചെയ്യുന്ന സമയത്ത് വേറൊരു സാധാരണ സാക്രിഫൈസ് ചെയ്യലാണ് പതിവ്. സോ ഒരെണ്ണം ഉണ്ടല്ലോ, ഓക്കെ ലൈവ് ഉണ്ടല്ലോ, അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടണ്ട എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചേക്കരുത്. മാക്സിമം എന്നെക്കൊണ്ട് എന്താണോ കഴിയുക അത് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ലൈവ് ഉണ്ടെന്ന് വിചാരിച്ച് വീഡിയോ ഇല്ലാണ്ടിരിക്കത്തൊന്നുമില്ല. സോ നൈസായിട്ട് അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നൈസായിട്ടുണ്ടല്ലോ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇയാൾ കളിച്ചങ്ങ് എത്തിച്ചു കേട്ടോ. എന്തായാലും 3 കില്ല് ഇറങ്ങിയ ഉടനെ പീക്കിന് താഴെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 31 പേര് സ്റ്റിൽ ലൈവ്, 7.4 റേറ്റിംഗും ഉണ്ടായിരുന്നു. എൻ്റെ മോനെ വിഷയം ഒന്നും പറയല്ല കേട്ടോ. ഇയാളാണെങ്കിൽ കേസ് കളിക്കുന്ന സമയത്ത് ആകുന്നുണ്ടല്ലോ ആ ഒരു ബ്ലാക്ക് ഫ്രൈഡേ മാർക്കറ്റ് ആയിരുന്നു. ആ ഒരു ജസ്റ്റ് SPD വഴിയൊക്കെ നമുക്കുണ്ടല്ലോ എന്താണ് ആ ഒരു ഇതിനകത്ത് മേടിക്കാൻ വേണ്ടി വെൻഡിങ് മെഷീനകത്ത് മേടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അതൊക്കെ മേടിച്ചിട്ട് SPD പ്ലസ് MP5 ലെവൽ 1 പോലും അല്ല കേട്ടോ. എന്തായാലും അതും വെച്ചിട്ടാണ് കിട്ടുക്കം പോലത്തെ മാച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളാണെങ്കിൽ ഒരു സ്കാനറൊക്കെ ഇട്ടിട്ട് പീക്കിലുള്ള എനിമി നൈസ് അടിക്കുക സ്പോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾ ഒന്ന് നോക്കുന്ന സമയത്ത് എൻ്റെ മോൻ അവിടെ കൊണ്ടൊരു മാർക്ക് ചെയ്തിട്ട് എനിമി ഉണ്ടായിരുന്നല്ലോ, ആരും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നൈസ് അടിക്കുക ഒളിച്ചിരിക്കുവാണെന്ന് തോന്നുന്നു. എന്തായാലും ഇയാളാണ് ആ ഒരു സ്കാനറൊക്കെ ഇട്ട് നേരെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൻ MP5 ഇവിടെ യൂസ് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഓസ്കാർ വെച്ച് നല്ല കിട്ടുക്കം പോലത്തെ ഒരു കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല കേസ്, ഓസ്കാർ മാക്സിമം കേസ് എത്രമാത്രം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു മാച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതായിരിക്കും. ഞാൻ അധികം ഓസ്കാർ യൂസ് ചെയ്യാറില്ല. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്റ്റീവ് സ്കിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നില്ല. അവർക്കൊക്കെ ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഗിൽഡിലാണെങ്കിൽ കറൻ്റ് 2 പേരാണ് ആ ഒരു ഓസ്കാർ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നത്. അതിലൊരാളാണ് സിജോ ചേട്ടൻ കേട്ടോ. ഇയാൾ നല്ല കിടിലം പോലെ കളിച്ചിട്ട് ആ ഒരു ഓസ്കാറിൻ്റെ കില്ലൊക്കെ വിഷയമല്ലേ കേസ്, നല്ല ആക്റ്റീവ് പവർ തന്നെയല്ലേ. അതായത് അത്യാവശ്യം ഡാമേജ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നേരം ഓസ്കാർ ഇട്ട് ഗ്ലൂ ഇട്ടാലും അതിനകത്തോടെ അങ്ങ് അടിച്ച് കയറിയൊക്കെ പോവുക. അവരൊക്കെ ഉണ്ടല്ലോ നൈസായിട്ട് ആ ഒരു കില്ല് ചുമ്മാ അങ്ങ് കിട്ടുന്നതായിരിക്കും. 25 ഡാമേജ് സംതിങ് ചുമ്മാ ആ ഒരു ഓസ്കാറിനകത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ.
എന്തായാലും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ആൾക്കാർ യൂസ് ചെയ്യുക. എന്തായാലും ഇതിൻ്റെ കുറേ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ആക്റ്റീവ് സ്കില്ല് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ ഇടാൻ പറ്റുമെന്ന് ചോദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ കേസ് വേറെ കാര്യം പറഞ്ഞുതരാം, നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു തരാം, അതായത് നമ്മുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ബ്രോ കംബാക്ക് ആണോ, കുറേ ആയാലും കണ്ടിട്ട് ഇപ്പോഴാണോ പിന്നെ വീഡിയോ ഇടുന്നത്, ഇനി റെഗുലർലി വീഡിയോ ഇടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തിരിച്ച് നല്ലൊരു ഉത്തരം പറയണമെന്നുണ്ട് ബ്രോ, ഞാൻ ഡെയിലി ഇനി വീഡിയോ ഉണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് ഉറപ്പിച്ച് പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ കേസ് പറ്റാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, എന്താണ് എനിക്ക് തന്നെ ഒരു ഇത് കിട്ടുന്നില്ല. കാര്യം എത്രമാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നോ അതനുസരിച്ച് മാത്രമേ എനിക്ക് ഇനി വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, വീഡിയോ ഇട്ട കാര്യമുണ്ട്, കാണുന്ന ആൾക്കാർ നല്ല റെസ്പോൺസ് ആണ് തരുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, നിങ്ങളെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ആകെ ചെയ്യാവുന്നതിന് കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഈവനിങ്ങും മോർണിംഗും മാക്സിമം വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു നേരം മാത്രം വീഡിയോ ഇടുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഡെയിലി റിഡീം കോഡ് കൊടുക്കത്തില്ലേ, അത് ഒരെണ്ണം മാത്രമേ കിട്ടുന്നുള്ളൂ ബ്രോ, എന്താണ് ബ്രോ ഒരാൾക്ക് മാത്രമേ ഒരു ദിവസം കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടാണ് ഒരു ദിവസം 2 വീഡിയോ എന്ന രീതിയിലാക്കിയിട്ട് 2 റിഡീം കോഡൊക്കെ നൈസായിട്ട് കേസ് കിട്ടുന്ന പോലെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. മാക്സിമം കേസ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ടൈമിംഗ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് എന്താണ് ഫസ്റ്റ് കണ്ടാൽ മാത്രമല്ലേ റിഡീം കോഡൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ടൈമിംഗ് ഞാൻ മാറ്റത്തൊന്നുമില്ല. മോർണിംഗ് 7 മണിക്കും അതേപോലെ ഈവനിങ് 5 മണിക്കും ഒക്കെ ആയിരിക്കും ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാണുന്ന സമയത്ത് ചുമ്മാ കണ്ടിട്ട് അങ്ങ് റിഡീം കോഡ് കളക്ട് ചെയ്ത് അങ്ങനെ പോകില്ല. റിഡീം കോഡ് കിട്ടിയ ആളെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ബ്രോ ഇന്നത്തെ റിഡീം കോഡ് എനിക്കാണ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് മാക്സിമം ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. പിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് എന്താണ് ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടെ ഒരു പ്രചോദനമായിരിക്കും. സോ ഓക്കെ, ഇന്ന് എനിക്ക് കിട്ടി, അവന് കിട്ടി, നാളെ എനിക്ക് കിട്ടും എന്നൊരു വിശ്വാസം ഞാൻ കിട്ടത്തില്ല. അതിന് വേണ്ടിയിലാണ്. പിന്നെ എനിക്ക് മനസ്സിലാവുമല്ലോ എന്താണ്, ഓ ഇന്ന് ഈ ചെങ്ങായിക്കല്ല കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുകയും കൂടെ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിലാണ് ഞാൻ പറഞ്ഞത് മാക്സിമം കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ 4 പേരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫ്രീ ആണ് കേസ്. ഓക്കെ, ഒന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പ്രശ്നമുള്ള കാര്യമാണോ? നിങ്ങളത് ചെയ്യത്തില്ല. എന്ത് കഷ്ടമാണ് നോക്കിക്കേ, ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് തരാൻ വേണ്ടി പറ്റത്തില്ല എന്നൊക്കെ പറയാം. അത് മുഖത്ത് നോക്കി പറയുന്നില്ലടാ, നിനക്ക് തെരത്തിടാ നായ എന്നൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞ നിങ്ങൾ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി പാടില്ല. മാക്സിമം കാണുന്ന ആൾക്കാർക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മാത്രമല്ല വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, അതാണ് ഹൈപ്പ് ഗൈസ്. ഓക്കെ, ലൈക്കിനേക്കാൾ കൂടുതലുണ്ടല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ 24 hours, അതായത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ, ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടല്ലോ മാക്സിമം എന്താണ് ആ ഒരു ഹൈ പോയിന്റ് മാക്സിമം തരുവാണെങ്കിൽ എന്താണ് വീഡിയോ കുറച്ചുകൂടെ സെറ്റായിട്ട് കുറച്ചധികം ആൾക്കാരിലേക്ക് എത്തുന്നതായിരിക്കും. അതുകൊണ്ട് കേസ് അതും കൂടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹൈ പോയിന്റും കൂടെ തന്നിട്ട് മാക്സിമം വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ മൊത്തം 9 കില്ല് 25 അലവ് 13.0 ആ ഒരു എന്താണ് ഗോൾഡൻ സ്ട്രീക്കും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഗോൾഡൻ സ്ട്രീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയമാണ് കേസ്. കാര്യം എത്ര പ്ലസ്സാണ് കിട്ടുന്നത് പറയാൻ വേണ്ടി പറ്റത്തില്ല. നമ്മളുണ്ടല്ലോ ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് മാച്ച് 2-3 കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്, അതായത് എങ്ങനെയാണ് ഗോൾഡൻ സ്ട്രീക്ക് ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് 0 കില്ലൊക്കെ പുഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്കീമൊക്കെ ഉണ്ട്. അതൊക്കെ കൂടെ എല്ലാം നമുക്കുണ്ടല്ലോ ആ ഒരു ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് സമയത്ത് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് മാസ്റ്റർ അടിച്ച് മാസ് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും, ലൈവായിട്ട് വരുന്നതായിരിക്കും. കാര്യം എന്താണ് കറൻ്റ്ലി പറയുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ദിവസം 6 മണിക്കൂറിൽ കൂടുതൽ ഗെയിം കളിക്കാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ 6 മണിക്കൂറിലൊന്നും ലൈവ് ചെയ്യൽ നടക്കുന്ന കേസും അല്ല കേട്ടോ. അപ്പോൾ പറ്റുന്നത്ര ലൈവ് ചെയ്ത് ബാക്കിയുള്ളത് മൊത്തം ഓക്കെ, ബാക്കിയുള്ള മാച്ചസ് മൊത്തം വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലേ കേസ് നല്ലത്, എന്ത് പറയുന്നു, അത് കുറച്ച് സെറ്റ് പരിപാടിയല്ലേ. എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു പറയാം. കാര്യം ഗ്രാൻഡ് മാസ്റ്റർ പുഷിംഗ് ഒക്കെ കാണാൻ കുറച്ചധികം സെറ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാര്യം ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചെന്ന് വരും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 3 ദിവസം കൂടെ ഉള്ളൂ തോന്നുന്നു കേസ്. ഈ സീസൺ വരാൻ വേണ്ടി എത്ര ദിവസം കൊണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ കേസ് ഇത്രയും നേരം സംസാരിച്ചാൽ ഇത്രയും നേരം നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിരിക്കുകയൊക്കെ ചെയ്തതല്ലേ. അതുകൊണ്ട് എല്ലാപ്പോഴും നമ്മളൊരു സീക്രട്ട് കോഡ് പറയലുണ്ട്. അതായത് ഓക്കെ ഇത്രയും നേരം കണ്ട ആൾക്കാരാണെങ്കിൽ ഈ ഒരു കോഡ് കമൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞാൻ കമൻറ്റ് ചെയ്യില്ലേ. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേസ്, എല്ലാവരും നമ്മുടെ എത്ര പേര് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ട് വന്നിട്ട് അവസാനം വരെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സാധനം കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് കേസ് ഇന്നത്തെ സീക്രട്ട് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ OP ഓസ്കാർ. ഓക്കെ, കാര്യം ഈ ഒരു വീഡിയോക്കകത്ത് മൊത്തത്തിനകത്താണ് ചോദിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഓസ്കാർ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഓസ്കാർ എന്ന് വെച്ചാൽ വിഷയമാണ്, അത് ചില കിടക്കും പോലത്തെ കില്ലുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് OP ഓസ്കാർ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം ഓസ്കാറൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരോ ഇല്ലെങ്കിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അവർക്കൂടെ മനസ്സിലാവും ഓക്കെ ഇയാളുടെ ഗെയിം പ്ലേ കണ്ടു കഴിഞ്ഞാൽ ഓസ്കാർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ്, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കാണാമല്ലോ. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ യൂസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാകുന്നതായിരിക്കും. അതിന് വേണ്ടിയിലാണ് ഞാൻ OP ഓസ്കാർ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ആ കമൻറ്റ് കാണുമ്പോൾ തന്നെ ഇതെന്താണ് എല്ലാവരും ഇങ്ങനെ OP ഓസ്കാർ കമൻറ്റ് ചെയ്യുന്നത് എന്ന് ചുമ്മാ വീഡിയോ മൊത്തം കാണാത്ത ആൾക്കാരൊക്കെ കണ്ടിട്ട് വന്നാൽ പിന്നെ ഒന്ന് മൊത്തം കണ്ട് നോക്കിയേക്കാം എവിടെയാണ് ഈ സംഭവം വരുന്നത്. ഓക്കെ, ഓസ്കാർ വെച്ച് ഇയാൾ ഇത് എന്താ കാണിക്കുന്നത് എന്ന് തോന്നാനുള്ള ഒരു ക്യൂരിയോസിറ്റി വരണ്ടേ, അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ മനസ്സിലാവും ഓക്കെ ഓസ്കാർ എത്രമാത്രം അടിപൊളി സാധനമാണെന്ന് മനസ്സിലാകുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഓസ്കാർ അടിപൊളിയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നൈസ് അല്ല എന്നല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഐറിസ് ആണെങ്കിലും മറ്റേ
മോറോസ് അടക്കെ ആണെങ്കിലും എല്ലാം കിടല ക്യാരക്ടർ തന്നെയാണ്. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ക്യാരക്ടർ സ്കിൽ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമുക്ക് നോക്കാം. പലരും പലതും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ സ്കിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാശി പിടിച്ച് കഴിഞ്ഞാൽ അതെന്തൊരു മണ്ടത്തരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഓരോരുത്തർക്കും അവരുടെ ഗെയിം പ്ലേ സ്റ്റൈൽ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നമ്മൾ ക്യാരക്ടർ സ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ സ്കിൽ അല്ലെങ്കിൽ ആക്റ്റീവ് ക്യാരക്ടർ സ്കിൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നോക്കാൻ കേസ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത് ക്യാരക്ടർ സ്കിൽ വെച്ചിട്ട് നമ്മൾ അടുത്തൊരു മാച്ച് കിടിലം പോലെ കളിച്ച് സെറ്റാകുന്നതായിരിക്കും. അതല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്ത് കിടിലം പോലെ കളിക്കുന്ന ഒരാളുടെ ഗെയിം പ്ലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാര്യം ഈവനിങ് ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിൽഡിലുള്ള ആൾക്കാർക്ക് കൂടി സ്പേസ് കൊടുക്കുന്നതാണ്. കാര്യം ഗിൽഡിലുള്ള ആൾക്കാരുടെ കൂടെ എന്താണ് ഗെയിം പ്ലേ നിങ്ങൾ കാണണമെങ്കിൽ വിഷയം എന്ന് വെച്ചാൽ വിഷയമാണ്. ഇവരാണ് എൻ്റെ കൂടെ ഉണ്ടല്ലോ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് അടുത്ത സീസൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ മാത്രമല്ലല്ലോ കളിക്കുന്നത്, അവരുടെയും കൂടെ ഗെയിം പ്ലേ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്കോഡ് എത്രമാത്രം അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. അതായത് ഈ മാച്ചിലേക്ക് ഇപ്പോൾ തന്നെ നോക്കുമ്പോഴത്തേക്ക് 14 കില്ല് 12 അലൈവ് 14.5 റേറ്റിംഗും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷയം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാല്ല. SVD ഒക്കെ തീ സാധനം ഒന്നും പറയാല്ല കേട്ടോ. SVD വൈയും പിന്നെ MB5 3 ആക്കിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇയാൾ പോയിട്ടില്ല MB5 3 ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കൊച്ചു കള്ളൻ. താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് അടിക്കുന്നുണ്ടായിരുന്നു. ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ടാണ് ഡ്രോപ്പ് അടിക്കുന്നത്. ഒന്നും നോക്കുന്നില്ല. ഒരു കറുത്ത ലോഞ്ചർ എടുത്തിട്ടുണ്ടല്ലോ, നേരെ ഗ്ലൂ വാളിനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊട്ടിയോ ഇല്ല. ഓക്കെ, എന്തായാലും 60 ഡാമേജ് ഒക്കെ എൻ്റെ മോനെ ആ ഒരു SVD വൈക്ക് എത്തി ഒന്നും പറയാലോ കേട്ടോ. എന്തായാലും അവനെയും കൂടെ അടിച്ച് നോക്കെടുത്ത് അവനെ കംപ്ലീറ്റ് ആക്കിയോ. യെസ് ഗൈസ്, അവനെ കൂടെ കംപ്ലീറ്റ് ആക്കി 15ാമത്തെ കിലോമീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തം ഗെയിംസ് നോക്കുന്നത് സോൺ ഔട്ടിലേക്കാണ്. കാര്യം എവിടുന്നൊക്കെയാണ് എരിവ് വരുന്നത്. ചുമ്മാ ഗെയിംസ് ലാസ്റ്റ് ഓണാക്കി ആക്കി കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. എവിടുന്നൊക്കെയാണ് എനി വരുന്നത്, എങ്ങോട്ടാ ഓടുന്നത് ഒന്നും അറിയത്തില്ല. SVD വെച്ച് ഒറ്റ പിടുത്തമാണ് അട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാലോ കേട്ടോ. എന്തായാലും ആ ഒരു ഫാക്ടറിയുടെ സൈഡിലുണ്ടല്ലോ 300 കോയിനൊക്കെ ആൾക്കാരെ പൊക്കി വിടാൻ വേണ്ടി പറ്റും. സോളോ വേഴ്സസ് സ്ക്വാഡ് ആയതുകൊണ്ട് മിക്കവാറും കേസ് ലാസ്റ്റ് സോളിലൊക്കെ ആൾക്കാരെ പൊക്കി വിടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ആൾക്കാരെ ഉണ്ടല്ലോ മേളിലേക്ക് നോക്കുന്നത്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുമല്ലോ, അതിന് വേണ്ടി കേട്ടോ. പറഞ്ഞിറങ്ങുന്ന ആൾക്കാരൊക്കെ അടിക്കാൻ നല്ല രസമാണ്. പക്ഷേ കേസ് പാലൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അടപടലം പോയി കേട്ടോ. എന്തായാലും അവിടെ ഒരു നോക്ക് എവിടെ കേസ് കിട്ടുക്കം പോലത്തിരിക്കില്ല കേട്ടോ. എന്തായാലും അവിടെ കേസ് നോക്കിടുന്നുണ്ട്. ആ നോക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാത്ത എന്താ എടുക്കത്തില്ല. കഴിഞ്ഞ ദിവസത്തെ ഇയാളുടെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒറ്റ ക്രോസ് വിട്ട് കളയത്തില്ല, എല്ലാ കില്ലൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാശിയിലാന്ന് തോന്നുന്നു. എന്തായാലും കേസ് നോക്ക് ഇട്ടിട്ട് അതിനെ മൈൻഡ് പോലും ചെയ്തില്ല കേട്ടോ. എന്തായാലും ഷോർട്ട് റേഞ്ചിൽ ഓടി ഒരുത്തരെ കേസ് അവനെ അടിക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം കേസ് ഓസ്കാർ വെച്ചുള്ള കിടുക്കമ്പത്തിന് ഫൈറ്റാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഓസ്കാർ വെച്ച് കേസ് അവൻ്റെ മുന്നിലേക്ക് ഗ്ലൂ വാൾ അടിക്കൽ മാത്രമല്ലടാ, എനിക്ക് ഷോർട്ട് റേഞ്ച് വന്ന് നിന്നെ പേടിപ്പിക്കാനും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നൈസർ കേസ് കിടുക്കം പോലത്തെ കില്ല് ഓസ്കാറും കൂടെ യൂസ് ചെയ്തെടുത്തിട്ട് 17 കില്ല് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. MB5 വെച്ചിട്ട് കിട്ടുക്കെന്ന് വെച്ചാൽ ഒന്നും പറയാല്ല കേട്ടോ. എന്തായാലും ഇവിടെ വന്നിട്ട് കേസ് ആ ഒരു ബങ്കർ ഈ ലാസ്റ്റ് സൗണ്ടിലും ആ ഒരു ബങ്കർ തുറക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, ഓ മൈ ഗോഡ്, അതാരും കാണാതെ പോകരുത് കേസ്. ഓക്കെ, എന്തായാലും കേസ് അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും തൊട്ട് സൈഡിൽ നിന്ന് അതായത് ആ ഒരു വാതിലും തുറന്ന് ഏതോ ഒരു കടവാവരെ നൈസായിട്ട് കേസ് അടിക്കുന്നുണ്ടായിരുന്നു. ആ കാട്ടുവഴി എവിടുന്നാണ് കേസ് അടിക്കുന്നത്, ആ ഒരു കെണ്ട ടവറിന്റെ മണ്ടക്കാൻ തോന്നുന്നു. എന്തായാലും അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 6 പേര് സ്റ്റിൽ അലയും കേസ്. ഒരു സ്ക്വാഡ് അങ്ങനെ തന്നെ ഉണ്ട്. എന്തായാലും ലാസ്റ്റ് ഒരു 1v4 സിറ്റുവേഷൻ തന്നെ കാണുമോ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും സ്കോപ്പ് ചെയ്ത് നോക്കുന്ന ഒരു ടവറിന്റെ മണ്ടക്കൊക്കെ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ ഒരു ആ ഒരു ഏരിയയിൽ ഒരുത്തരുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരാണെങ്കിൽ നൈസ് ആയിട്ടുണ്ടല്ലോ ആ ഒരു ഫാക്ടറി സൈഡിലേക്ക് 2 പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 പേര് അവിടെ സ്പോട്ട് ചെയ്തു. തൊട്ട് താഴെ നോക്കുന്ന സമയത്ത് ടവർ സൈഡിൽ ഒരുത്തനെ കണ്ടിട്ടുണ്ടായിരുന്നു. മൊത്തം സാൻഡ്വിച്ച് ആയ പോലെയാണ്, ചുറ്റിനും എനിമിയാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്തായാലും ഈ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരുത്തരെ കേസ് ഗ്ലൂ വാളിനകത്തൂർ അടിച്ച് അവിടെ നോക്ക് എടുത്ത് രണ്ടാമത്തെ ഒരുത്തരാണെങ്കിൽ കേസ് കിട്ടുന്ന പോലെ പിന്നെയും നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കേസ് ടുക്ക് ആ ഒരു ഓട്ടോ ഒക്കെ എടുത്തിട്ട് കയറുന്നത് അവനെ MB5 അവനെ കിട്ടിലും പോലത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പേര് കറന്റ്ലി അവിടെ എന്താണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുത്തനെ കംപ്ലീറ്റ് ചെയ്ത് 2 പേര് സ്റ്റിൽ നോക്കാണ്. അവനെ റിവൈവ് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും കേസ് 5 പേര് സ്റ്റിൽ അലൈവ് ആയിട്ട് കാണിക്കുന്നു കേട്ടോ. എന്തായാലും ആ ഒരു നോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നൈസ് കേസ് റഷ് ചെയ്യുന്ന സമയത്ത് ആ കെണ്ടട്ടവരുടെ അടുത്ത് പിന്നെയും അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ സമ്മതിക്കണില്ല. അവനെ കൂടെ അടിച്ച് ആ ഒരു സ്കോഡിനെയാണോ കേസ് എല്ലാ കേസ്. ഓക്കെ, അവനെ കിട്ടിലും പോലെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരുത്തൊന്ന് നൈസ് കേസ് അവന്മാരെല്ലാം റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1v3 സിറ്റുവേഷൻ 1 ഡൗൺ ഒരുത്തനെ ഡൗൺ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാർ റിവൈവ് ആക്കാൻ പറ്റത്തുള്ളൂ. ആക്കാൻ പറ്റാതിരിക്കത്തുള്ളത് ഒരു നൈസർ കേസ് കംപ്ലീറ്റ് ആക്കി ഒരു 1v2 സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗ്രാനഡൊക്കെ ഇരിപ്പുണ്ട്. ഒന്നും നോക്കില്ല. ത്രോബോൾസ് ഒക്കെ നൈസർ കേസ് വലിച്ചെറിഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു ഗ്ലൂ വാളൊക്കെ കളയാനുള്ള ഒരു പ്ലാനിൽ നിന്ന് എന്തായാലും എടുത്ത ചോദിക്കും ഒരുത്തരാണ് കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ അവനെ നല്ല കിടിലം പോലെ അടിച്ച് അവനെ കംപ്ലീറ്റ് ചെയ്ത് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ചെയ്തൊന്നുമില്ല. MB5 വെച്ച് നൈസർ കേസ് റഷ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് മാൻ കേസ് ഒറ്റ ഒരുത്തം മാത്രം ഒരു 1v1 സിറ്റുവേഷൻ എന്ത് നടക്കാം ഇവിടെ എന്നൊക്കെ ഒന്നും പറയണ്ട കേട്ടോ. ഗ്ലൂ വാളൊക്കെ കിട്ടുക്കാൻ പോലത്തെ കളിയായിരുന്നു. അവൻ നൈസർ കേസ് നല്ല ഡാമേജ് കൊടുത്തു. അവനെ ഡ്രോപ്പിന് പുറകെ നിൽപ്പുണ്ട്. എന്തായാലും വരുന്നവൻ നല്ല കിടക്കുമ്പോൾ ഡ്രാഗ് കൊടുക്കാൻ പറഞ്ഞിട്ട് നൈസായിട്ട് കേസ് ആ ഒരു ഹീലിങ്ങിന്റെ സാധനം കിട്ടും. നേരെ കേസ് ഓസ്കാർ ഓടി വന്ന് എൻ്റെ മോനെ അവനെ കിട്ടുന്ന പോലത്തെ കവർ നല്ല കിട്ടുക്കാൻ പോലത്തെ ബോഡി ഷോട്ട് ഒന്നും പറയാനില്ല. അവൻ നൈസായിട്ട് കേസ് ഗ്ലൂ ആയിട്ട് കവർ എടുത്ത് കിട്ടുക്കാൻ പോലെ അടിച്ച് അവനെ കംപ്ലീറ്റ് ചെയ്ത് പോയി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കിടക്കാൻ പോലത്തെ മാച്ച് എന്തായാലും നല്ല കിടക്കുമ്പോൾ വേറെ ബൈ ഗൈസ്.